ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നവർ അതൊരു കേരള ടൂറിസമായിട്ടാണ് അവർ വരുന്നത്. അവർ തിരുവനന്തപുരത്ത് വരെ വരും. ആറ്റുകോവിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചക്കുളത്താവിലും എല്ലാ ക്ഷേത്രങ്ങളിലും അയ്യപ്പ ഭക്തന്മാർ പോകും. കാരണം അതൊരു തീർത്ഥാടന കാലമായിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ എടുക്കുന്നത്. പക്ഷേ ആ അയ്യപ്പനെ തൊട്ട് കളിച്ചപ്പോൾ അയ്യപ്പൻ ഒന്ന് ഇളകി. അയ്യപ്പൻ ഇളകിയപ്പോൾ സംഭവിച്ചത് കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളിലും നടക്കുന്ന കുഴപ്പങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ രസകരമായ. അതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന സ്വർണം, കുറേ സ്വർണം അവിടെ നിന്ന് ഏകദേശം 255.83 ഗ്രാം സ്വർണം അവിടെ നിന്നും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. 10-30 പൗൺ സ്വർണം അവിടെ നിന്നും അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളായിട്ട് വന്നിരിക്കുന്നു. അതിനേക്കാളൊക്കെ നല്ല രസകരമായ കാര്യം, ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ നടത്തിയപ്പോൾ രസകരമായ കാര്യമാണ് ഉണ്ടായത്. സദ്യ അങ്ങോട്ട് വച്ചു കഴിഞ്ഞാൽ തന്നെ ദേവസ്വം മന്ത്രി വാസവൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ തിരക്കുള്ളത് കൊണ്ട് ഉടനെ തന്നെ ഭക്ഷണം കൊടുത്തു. അപ്പോഴാണ് പ്രശ്നം. ദേവന് ഊട്ടും മുമ്പേ ദേവസ്വം മന്ത്രിക്ക് ഊട്ടിയാൽ ആചാരം പോയില്ലേ? അങ്ങനെ എന്തായാലും ദേവന് ഊട്ടി ഒരു 12 മണിയൊക്കെ ആയി. ഉച്ചപൂജയും ഉഷപൂജയൊക്കെ കഴിഞ്ഞിട്ടതിന് ശേഷമാണ്, നിവേദ്യമെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഊട്ടുപുരയിൽ നിന്ന് ആർക്കായാലും ഊണ് കൊടുക്കാവൂ. പക്ഷേ വള്ളയോടെ സദ്യക്കാർ മന്ത്രിയെ വിളിച്ചു. മന്ത്രി പോയി. മന്ത്രി ചെന്ന ഉടൻ തന്നെ അവിടുന്ന് ഭക്ഷണവും കഴിച്ചു. അപ്പോൾ സംഭവിച്ചത് എന്താണ്? അവിടെ ദേവന് ഊട്ടിയിട്ടില്ല.